ഹലോ, ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് ചിക്കൻ എയർ ഫ്രൈ ചെയ്തെടുക്കുന്നതെന്നാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്, അധികം ഓയിൽ യൂസ് ചെയ്യാതെ. ഇതിൽ ഞാനിപ്പോൾ ബാസ്ക്കറ്റിൽ കുറച്ച് ഓയിൽ റബ്ബ് ചെയ്ത് കൊടുത്തിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ഒഴിവാക്കാം. അത് ഒഴിവാക്കി തീരെ എണ്ണ ഉപയോഗിക്കാതെ നോ ഓയിൽ റെസിപ്പി ആയിട്ടും ഇത് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ. ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മുഴുവൻ പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്, ഒരു ചെറിയൊരു കടി കിട്ടാൻ വേണ്ടിയിട്ട്. 1.5 ടീസ്പൂൺ പെരിഞ്ജീരകവും 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് 1.5 ടീസ്പൂണാണ്. എൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ടാണ് കേട്ടോ അത്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു കോഴിമുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ പൊതുവെ ഒരു കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും 1.5 ടേബിൾ സ്പൂൺ വിനെഗർ ഇല്ലെങ്കിൽ തൈരോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് കൈവച്ച് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. ഇത് മിനിമം 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ചിക്കനിലെ മസാലയെല്ലാം നന്നായി മാരിനേറ്റ് ആയതിനു ശേഷം നമുക്കിത് എയർ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒരു ബ്രഷിൽ ബാസ്ക്കറ്റിൽ തടവി കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റെപ്പ് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് തീരെ എണ്ണ യൂസ് ചെയ്യേണ്ട എന്നാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് ഒമിറ്റ് ചെയ്യാം. കുറച്ച് എണ്ണ തൂവി കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കനെല്ലാം ബാസ്ക്കറ്റിനകത്ത് അടുക്കി വെക്കാം. ഒരുമിച്ച് എല്ലാം കൂടി ഇടാതെ ഇങ്ങനെ തവണകളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ചിക്കൻ എയർ ഫ്രയറിൽ 150 ഡിഗ്രി സെൽഷ്യസിൽ 16 മിനിറ്റ് 8 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഞാൻ യൂഷ്വലി 8 മിനിറ്റാണ് ടൈമർ വെക്കുക. 8 മിനിറ്റ് കഴിയുമ്പോൾ ടൈമർ ഓഫായി കഴിയുമ്പോൾ ബാസ്ക്കറ്റ് തുറന്ന് ചിക്കൻ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം പിന്നൊരു 8 മിനിറ്റും കൂടെ 180 ഡിഗ്രി സെൽഷ്യസിൽ വെക്കും. ഇപ്പോൾ ദേ നമ്മുടെ ചിക്കനെല്ലാം നന്നായി എയർ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ചിക്കൻ ഞാൻ കുറച്ച് ഓയിലിലും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഫ്രൈ ചെയ്യുന്നതും ഓയിൽ ഫ്രൈ ചെയ്യുന്നതിനും വ്യത്യാസം എന്തായാലും കാണുമല്ലോ. എണ്ണയിലിട്ട് വറക്കുന്നതിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് എന്തായാലും കൂടുതലായിരിക്കും. ഏതായാലും ഞാൻ കുറച്ച് ഓയിൽ ഫ്രൈയും കൂടെ ചെയ്യുന്നുണ്ട്. ഓയിൽ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എണ്ണ നന്നായി ചൂടായിരിക്കണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ, 2 സൈഡും തിരിച്ചും മറിച്ചോട്ട്. ഇപ്പോൾ നമ്മൾ എയർ ഫ്രൈ ചെയ്തതും ഓയിൽ ഫ്രൈ ചെയ്തതും 2 പാത്രങ്ങളിലാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് രണ്ടിനൊരു ചെറിയ കളർ ഡിഫറൻസ് തോന്നുന്നുണ്ട്. പക്ഷേ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് എയർ ഫ്രൈ ചെയ്തത് കഴിക്കുന്നതായിരിക്കും നല്ലത്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, ബൈ.